മക്കളെ, 8ാം ക്ലാസ് അടിസ്ഥാന പാഠാവലി മലയാള സെക്കൻഡ് പരീക്ഷയ്ക്ക് നിങ്ങൾ കാത്തിരുന്ന ആ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇതാ. സാധ്യതാ ചോദ്യങ്ങൾ അടിസ്ഥാന പാഠാവലിയിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ആ ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം, നമ്മുടെ അമ്മമ്മ എന്ന പാഠഭാഗത്തിലെ അമ്മമ്മ എന്ന കഥാപാത്രത്തിൻ്റെ സവിശേഷതകൾ എഴുതുക. അമ്മമ്മ എന്ന പാഠഭാഗത്തിലെ അമ്മമ്മ എന്ന കഥാപാത്രത്തിൻ്റെ സവിശേഷതകൾ എന്ന് പറഞ്ഞാലും കഥാപാത്ര നിരൂപണം എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. അപ്പോൾ കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. സെറ്റല്ലേ? ദെൻ നെക്സ്റ്റ്, നിങ്ങൾ കുട്ടികൾ പിച്ച നടക്കുന്ന വഴികളിൽ മുഴുവൻ ചതിക്കുഴികളാണ്. പാഠഭാഗത്തുള്ള ഈ വാക്യത്തെ ഇന്നത്തെ സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുത്തി വിശകലനം ചെയ്യുക. നിങ്ങൾ കുട്ടികൾ പിച്ച നടക്കുന്ന വഴികളിൽ മുഴുവൻ ചതിക്കുഴികളാണ്. എന്തിൻ്റെ ചതിക്കുഴികളാണ് നിങ്ങൾക്ക് ചുറ്റും? സ്നേഹപൂർവ്വം അമ്മ എന്ന് പറയുന്ന ആ പാഠഭാഗത്തു നിന്നുള്ള ഉത്തരം എന്ത് ചെയ്യുക? സെറ്റാക്കി വെച്ചോളുക, പരീക്ഷയ്ക്ക് എഴുതിക്കൊള്ളുക. വാർദ്ധക്യം ഒരവസ്ഥയാണ്, അത് ശാപമല്ല. അവരെ ഒറ്റപ്പെടുത്തുകയല്ല, ചേർത്ത് നിർത്തുകയാണ് വേണ്ടത്. വയോജനങ്ങളെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്ന വിഷയത്തിൽ ഒരു ഉപന്യാസം തയ്യാറാക്കുക. പ്രായമായവരെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഒരു ജനറൽ എസ്സേ ആയിരിക്കും. നിങ്ങൾക്ക് ഒരുപാട് കയ്യിൽ എന്തെടുത്ത് എഴുതാനുണ്ടാകും. അത് മുഴുവൻ എഴുതിയിട്ട് ഒരു പുറത്തിൽ എന്ത് ചെയ്യുക? ഉത്തരം എഴുതുക. സെറ്റാണല്ലോ? ദെൻ നെക്സ്റ്റ്, തോട്ടക്കാരി എന്ന കവിതയുടെ പ്രമേയം, ആസ്വാദനാംശങ്ങൾ എന്നിവ പരിഗണിച്ച് കവിതയ്ക്കൊരു ആസ്വാദനം തയ്യാറാക്കുക. തോട്ടക്കാരി എന്ന കവിത ഒരു കുടുംബജീവിതത്തിൻ്റെ പശ്ചാത്തലം തന്നെയാണ്. അതിൻ്റെ പ്രമേയം, ആസ്വാദനം എന്നിവ പരിഗണിച്ച് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. ദെൻ നെക്സ്റ്റ്, ഉത്തമരാവട്ടെ നിരന്തരം വിഘ്നമുണ്ടായാലും തുടങ്ങിയ കാര്യത്തിൽ നിന്ന് ഒരിക്കലും മാറുന്നില്ല. ഏത് പാഠഭാഗത്തിലാണ്? ഡോക്ടർ അയ്യത്താൻ്റെ അല്ലേ? സ്വാഭാവികമായിട്ട് ഹൃദയവാൽവ് ഉണ്ടാക്കുന്ന പരിപാടി. ലോകത്ത് കണ്ടുപിടിക്കപ്പെട്ട പല കണ്ടുപിടുത്തങ്ങളും എത്രയോ തവണ പരാജയങ്ങളായിരുന്നു. ആ പരാജയങ്ങളെ മുഴുവൻ പാഠങ്ങളാക്കി മാറ്റി വീണ്ടും 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 പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിജയത്തിലെത്താൻ സാധിച്ചത്. അങ്ങനെ ആയിരിക്കണം ഉത്തമ മനുഷ്യരുടെ ലക്ഷണം. അതാണ് ഇവിടെ പറയുന്നത്. ഉത്തമർ നിരന്തരം വിഘ്നങ്ങളുണ്ടായാലും തടസ്സങ്ങളുണ്ടായാലും തുടങ്ങിയ കാര്യത്തിൽ നിന്ന് ഒരിക്കലും മാറുന്നില്ല. ഈ ഭാഗം പാഠഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനെ ഇതിനോട് സാമ്യമുള്ള കഥാപാത്രം ആരാണ്? അദ്ദേഹം ഏത് പ്രവൃത്തിയിലാണ് നിരന്തരം പരിശ്രമിച്ചിട്ട് എന്ത് ചെയ്തത്? വിജയം വരിച്ചത്? ഏത് പാഠഭാഗമാണ്? ഭഗീരഥ പ്രയത്നം. സെറ്റല്ലേ? ദെൻ നെക്സ്റ്റ് നോക്കുക. ഹൃദയത്തെ ആത്മസുഹൃത്തായാണ് കവി സങ്കല്പിക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് കവിതയിലുള്ളത്? വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഹൃദയത്തെ ആത്മസുഹൃത്തായാണ് കവി സങ്കല്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ഹൃദയത്തിനെ ആത്മസുഹൃത്തായിട്ട് കവി സങ്കല്പിക്കുന്നത്? എന്തെല്ലാമോ ചില കാര്യങ്ങളിൽ എപ്പോഴും ആര് കൂടെയുണ്ട്? ഹൃദയം നമ്മോടൊപ്പമുണ്ട്. അതെങ്ങനെയാണെന്ന് എന്ത് ചെയ്യുക? പരാമർശിക്കുക. ഈ പറയപ്പെട്ട ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കൃത്യമായിട്ട് കിട്ടാൻ ഇന്നത്തെ ലൈവ് ക്ലാസ്സിലേക്ക് എന്ത് ചെയ്യുക? മക്കൾ എത്തിച്ചേരുക. അവിടെ ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും മറ്റുള്ള ചോദ്യ മാതൃകകളും എന്ത് ചെയ്യുന്നുണ്ട്? പരിശോധിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.